സങ്കീർത്തനം 12 വായിക്കുന്നത് തന്നെ ആവർത്തിച്ചാവും. സംഗീതപരമായ കഷ്ടമരാകട്ടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. രാജം സംസാരിക്കുന്നു. ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. സംസാരിക്കുന്നു. കപടമുള്ള അതിർത്തോടും എഴുമനത്തോടും സംസാരിക്കുന്നു. കപടമുള്ള അതിരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ ആദരങ്ങൾ ഞങ്ങൾക്ക് തുണാം. ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നവർ പറയുന്നു. ഇടയറയുടെയും ദരിദ്രന്മാർ ദീർഘശാസ്ത്ര നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. വെള്ളി പോലെ തന്നെ ജലതോകയിൽ ഒരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. യേശുവേ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ മക്കളായിരിക്കുന്ന അടിയങ്ങൾ ആരാധനയ്ക്കായി കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആരാധനയിൽ സാക്ഷ്യം കൽപ്പിച്ച് ഞങ്ങളുടെ ആരാധനയെ അനുഗ്രഹിച്ച് ഞങ്ങളെ കാത്തുകൊള്ളണമാറാകണം. വിടുതൽ തരണം. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുമാറാകണം. കാത്തോളമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവശീലത്തിൽ നിങ്ങൾ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന, നമുക്ക് വിധിച്ചിട്ടുള്ള വിധി, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം എന്ന് അരുളി ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും കൊണ്ടത്തെ പോലെ തൻ്റേതാക്കി തീർക്കാനും തന്നോട് ചേർക്കുവാനും വെച്ച വ്യവസ്ഥയാണ് ആരാധന. നല്ലൊരു ആരാധനയാണെങ്കിൽ, അതായത് ദൈവം പ്രസാദിച്ച ആരാധനയാണെങ്കിൽ, ആ ആരാധനയിൽ കൂടി ദൈവവും നമ്മളുമായിട്ട് ഒത്തുചേർന്നു എന്നുള്ളതാണ് അർത്ഥം. ഒരു ഭിന്നതയില്ല. അത് മനുഷ്യന് ഭിന്നത വന്നതെങ്ങനെയാണ്? ആദാമും കർത്താവും കൂടെ എങ്ങനെ നടന്നതാ? ഹവ്വ വരുന്നതിന് മുമ്പ്, ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദാം തോട്ടത്തിൽ കൂടി നടക്കും. വെയിലാറുമ്പോൾ ആര് വരും? കർത്താവ് വരും. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി തോട്ടത്തിൽ കൂടി നടക്കും, സംസാരിച്ച് സ്വർഗത്തിലെ വിശേഷങ്ങൾ. അത് എന്ത് വിഷയമാണ് സംസാരിച്ചതെന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. കാരണം നമ്മളൊക്കെ പ്രയോജനവാദികളും ജഡീകന്മാരും ഈ ലോകത്തിൻ്റെതായി തീർന്നു. എന്നെ ഇത് മാത്രമോ അവർ തമ്മിൽ എന്നെ മാത്രം സംസാരിക്കാതിരിക്കും? എന്നെ സംസാരിക്കാതിരിക്കും? എല്ലാം അറിയാവുന്നതല്ലേ. ഇത് തന്നെ ജാതികൾ പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയണതാ. ട്രെയിനിൽ കയറിയിട്ട് ഇപ്പൊ 2 ദിവസമായി. ഒരാൾ പറയുന്ന വാക്ക് കേട്ടു. 2 ദിവസമായി കയറിയപ്പോ വെച്ചാണ് 2 പെന്തക്കോസ്തുകാരെ 2 പേര് തമ്മിൽ കൂട്ടി പരിചയപ്പെട്ടത്. ആ പരിചയപ്പെട്ട ആ സമയം മുതൽ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഇന്ന് വരെ, ഈ സമയം വരെ തീർന്നിട്ടില്ല. എന്നെ ഇന്നത്തെ സംസാരിക്കാൻ. അവിടെയാണ് ചിന്തിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകലും തോറും മനുഷ്യർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള വിഷയങ്ങളില്ലാതെ, ദൈവത്തോട് അടുക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് മുമ്പാകെ ആരാധിക്കുന്ന സാറാഫുകൾ
രാപ്പകൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആരോടാ പറയുന്നത്? ഏഹ് ഒരുത്തൻ ഒരു സാറാവും മറ്റൊരുതാണ്. ദൈവം പരിശുദ്ധനാണ്. അല്ലാതെ വെറുതെ പറയുന്നതല്ല അത്. അവിടെയാണ് ദൈവം തന്റെ ജനത്തെക്കുറിച്ചുള്ള ആഗ്രഹിക്കുന്ന ആഗ്രഹം. ഒരു സാറാവ് മറ്റൊരുത്തനോട് പറയുകയാണ്, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധനാണ്. അവൻ മറ്റവൻ പറയുക, അതെ അവൻ പരിശുദ്ധനാണ്. ഇതിങ്ങനെ രാപ്പകൽ പറയുകയാണ്, തീരുന്നില്ല. ഇത് തന്നെയാണ് കർത്താവ് തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ അതിനെ വായിക്കുന്നില്ല. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ നമ്മൾ ഞാൻ ആരും നദരയിലൂടെ കൂടി വേറെ ആരുമില്ല, നിങ്ങളിവിടെ ഒന്ന് ഇരിക്കുക. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. എന്താ ഈ പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തമ്മിൽ പറയുന്നതിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവണം. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ചെയ്തു, കർത്താവ് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? കർത്താവ് എന്തെല്ലാം പ്രവർത്തിക്കുമെന്നറിയാമോ? എന്റെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ. എവിടെ പോകുന്നു? വചനത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ മുഴുവൻ പറയുന്നതില് സാരാംശം ഇതായിരിക്കണം. എന്താ? ദൈവത്തിന്റെ മഹത്വമായിരിക്കണം. ഒരിക്കലും തമ്മിൽ പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വമല്ലാതെ മറ്റൊന്നും അതിന്റെ മൂലവസ്തു മൂലകാര്യമായിട്ട് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ശ്രദ്ധ വെച്ച് കേൾക്കും. വേറൊരു കാര്യം കൂടെ കയ്യിലെടുക്കും. എന്താ ഒരു പുസ്തകം കൂടെ കൊണ്ടുവരും. നമ്മളിപ്പോ അത് സംസാരിക്കുമ്പോഴത്തേക്കും പേന എടുത്ത് എഴുതണ പോലെ കർത്താവ് ഒരു പുസ്തകമായിട്ട് വന്നു നിൽക്കുന്നത്. ശ്രദ്ധ വെച്ച് കേൾക്കും. എന്താണ്? യഹോവഭക്തന്മാർക്കും അവരുടെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവരുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ആകുമ്പോഴത്തേക്കും ഒരാളിരുന്നുകൊണ്ട് മുഴുവൻ പറയണത് എനിക്കിതിൽ വന്നേ പിന്നെയുള്ള കഷ്ടങ്ങൾ മുഴുവനുണ്ട്, ദൈവമേ മുഴുവനുണ്ട്, എന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതായത് ഇതിൽ വന്നേ പിന്നെ. മറ്റവൻ പറഞ്ഞ എനിക്ക് അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായപ്പോഴാ. മറ്റത് കർത്താവിന്റെ നാമം നിമിത്തം കഷ്ടാനുഭവിച്ച് ഞാൻ മടുത്തു, ദൈവമേ. പക്ഷെ ഒരാൾ പറയുന്നത് കർത്താവ് എഴുതി വെച്ച്, ഏതാ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്ക് കർത്താവ് വചനം പറയുന്നത്. നാം പറയുന്നതിന് ദൈവത്തിന്റെ മഹത്വം ഉണ്ടെങ്കിൽ, ആ മഹത്വപ്പെടുത്തിയത് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനെ അന്വേഷിക്കുന്ന ഒരു സമയം വരും. കാരണം എന്തറിയാമോ? കാരണം യശയാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. നിനക്ക് നീ ചെയ്ത തെറ്റിന് ശരിക്കും നിനക്കിട്ട് രണ്ടാം തരേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറഞ്ഞേ, നാമത്തെ യേശുവെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം തന്നെ ഞാൻ വെറുതെ വിട്ടു. അതാണ് അത്ര ഭയങ്കരമാണ് ദൈവത്തിന്റെ മഹത്വം എന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതാ. ഏത് നില വന്ന് ഏതവസ്ഥ വന്നാലും ദൈവം നീതിമാൻ. എനിക്ക് കഷ്ടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എന്റെ കയ്യിലിരിപ്പാ. ദൈവം നീതിമാനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഭാര്യ വന്ന അവസാനം പറഞ്ഞു, യോബിന്റെ ഭാര്യ, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചുകളാ, ഇനി നീ ജീവിച്ചിട്ടുള്ള കാര്യം എന്തിനാ ഇതും പറഞ്ഞോണ്ടിരിക്കും? യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ. അപ്പൊ ഇത്രയും കാലം തന്നെ ആ നന്മ മുഴുവൻ തന്നു ആരാ? നമ്മളല്ലേ. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഇത് തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതേ. ഇവിടെയാണ് നമ്മുടെ ധർമ്മം ഓർമ്മ. നമ്മുടെ ധർമ്മം. കാരണം നമ്മുടെ വായിൽ നിന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് വരാനായിരുന്നു. ശത്രു നോക്കിയിരിക്കുക.
അതാ ശത്രു കർത്താവിന്റെ അടുക്ക ബാധിച്ചത്. ഒരു കാര്യം ചെയ്യും, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്. അവൻ എന്ത് ചെയ്യും? നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും. ദൈവത്തോട് പറയാ, അവനിപ്പോ എത്ര ആയിരക്കണക്കിന് ആടുകൊണ്ട് പാല് കറന്ന് കിട്ടിയിട്ട് കുടിക്കാൻ ആളില്ല. ബാക്കി അവൻ കളയുക. പിന്നെ ഇങ്ങനെ അവന് സ്തോത്രം പറയാതിരിക്കും. ഒന്ന് നിൽക്കട്ടെ അതൊക്കെ. ഇച്ചിരി വിഷമം വരട്ടെ. അവൻ നിന്നെ മാറി നിന്നല്ല പറഞ്ഞെ, മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു. സ്തോത്രം. എന്നാൽ വചനം പറയുന്നതറിയോ? എന്തെല്ലാം വന്നാലും വായിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോകാത്ത വളരെയധികം വിലപിടിപ്പുള്ള ഒരു ചെറിയ കൂട്ടം ലോകത്തിലുണ്ട്. അവരെ എടുത്തിട്ട് ചതച്ചാലും ചതച്ച് പിഴിഞ്ഞാലും അവരുടെ വായിൽ നിന്ന് ദൈവത്തിന് മഹത്വമല്ല, ദൈവത്തിന് മോശത്തെ അവർ ആരോപിക്കില്ല. നമ്മൾ പരീക്ഷിക്കപ്പെടാൻ ഞാൻ പറയാം എന്റെ തെറ്റിയാ സംഭവിക്കാറ്. കാരണം എന്നെ പരീക്ഷിക്കേണ്ടതാണ്. എനിക്കതിന് കഴിവില്ല. ഞാൻ കർത്താവിനോട് തുറന്നു പറയാറുണ്ട്. കാരണം എത്ര സമയത്ത് പുറകുവരുത്തുന്നുണ്ട്, എത്ര സമയത്ത് പുറകുവരുത്തും, ധിക്കാരം പറഞ്ഞിട്ടുണ്ട്, കർത്താവിന് മറുത്തു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സ്വന്തം എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവസന്നിധിയിൽ ഓരോ ആരാധന കഴിയുമ്പോൾ തോറും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും കർത്താവ്. അവസാനം ദൈവത്തിന്റെ മഹത്വമല്ലാതെ വേറൊന്നും ഈ വായിലില്ലെന്ന് വന്നു കഴിഞ്ഞാൽ അവന്റെ അവന്റെ അധികാരം എന്താണെന്നറിയാമോ? അധികാരം സുപ്രീം കോടതി ജഡ്ജിയാക്കി വെക്കണമെങ്കിൽ ഇവിടെ ആൾകൂട്ടി നടക്കണവരെയും അവിടെ ചെന്ന് 8ാം ക്ലാസ് പാസ്സായവരെയും അതിനൊന്നും ചെന്ന് അവിടെ അങ്ങനെ ആക്കില്ല. അവിടെ ചെല്ലുമ്പോ ഇതാണ് പരിശോധിക്കുന്നത്. എന്താ എന്ത് പരിശോധിക്കും? സകല ഞെരുക്കത്തിലും ഇടുക്കത്തിലും കൂടി കടത്തി വിട്ടിട്ടും ഇവനിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോകുന്നില്ല. ആഗ്രഹമുണ്ടോ? എനിക്ക് അങ്ങേറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഞാൻ പിന്നീട് ശോധന വന്നപ്പോ ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുക. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഇന്ന് കർത്താവ് നമ്മുടെ വായെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വാൾ പോലെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുക. വാൾ പോലെ കൃത്യം വാളിന്റെ മൂർച്ച വരണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പോകണം? അധമമായത് ഒഴിച്ച് ഉത്തമമായത് മാത്രം പ്രസ്താവിക്കുന്ന ഒരു സമയം വരും. അന്നേരം ഈ വാൾ എങ്ങനെ ഇരിക്കും? തീർന്ന വാളായിരിക്കും. ഈ വാളാണ് കർത്താവ് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഇന്നും ഈ ആരാധനയിൽ ദൈവത്തിന്റെ ഉദ്ദേശമാണ്, ആഗ്രഹമാണ്. അപ്പൊ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ കൂടിയാലും എന്ത് സംസാരിച്ചാലും പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ദൈവത്തിന്റെ മഹത്വമായിരിക്കണം. അങ്ങനെ മഹത്വം വന്നു കഴിഞ്ഞാൽ അതിന്റെ പദവി അറിയണോ? 140 സങ്കീർത്തനം സമയമൊക്കെ അങ്ങോട്ട് സമയം പോയി എങ്കിലും ഒന്ന് വായിക്കണം. അങ്ങനെ വന്നാലുള്ള ഗുണം 149 സങ്കീർത്തനം. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുപാൽത്തരമുള്ള വാളും ഉണ്ടായിരുന്നു. അവരുടെ വായിൽ ദൈവത്തിന് പുകഴ്ച. എവിടെ അങ്ങനെ വന്നാലും ദൈവത്തിന് പുകഴ്ച ഉണ്ടാവും. ദൈവത്തിന്റെ ഓളിനെ എന്തെല്ലാം നഷ്ടപ്പെട്ടു, സകലം നഷ്ടപ്പെട്ടു. പക്ഷെ ചോദിക്കുമ്പോ ദൈവത്തെ കുറ്റം പറയുന്നു. പല വഴിയിൽ നോക്കും. ജീവിത സാഹചര്യങ്ങൾ, പട്ടിണി വരും, വിഷമം വരും, പരീക്ഷ വരും, ശോധന വരും,
ഇതെല്ലാം വന്നിട്ടും ദൈവത്തിന്റെ പുകഴ്ച അവന്റെ വായിൽ നിന്ന് പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഒരു സാധനം അവന്റെ കയ്യിൽ കൊടുക്കും. എന്താ? പറ. ഈ രണ്ട് വായുത്തലും എങ്ങനെയാ മിനുക്കി ആ വാള് കയ്ക്കും. അതേതാ ഈ വാള്? ഇരുപത്തിരണ്ട് വാള്. ഇരുപത്തിരണ്ട് വാള് ഏതാ? ദൈവത്തിന്റെ വചനം ഇരുപത്തിരണ്ട് വാൾ, അതായത് വാളിനേക്കാൾ മൂർച്ചത്തിൽ വചനം അഭിമാനം വരുന്നു. ഓ, ഇത് കിട്ടിയാലോ എന്താ? ഇത് കിട്ടണമെന്നുള്ള വഴി പറഞ്ഞേ. ആ താളിൽ പറഞ്ഞു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വായില് എന്തുണ്ടായിരിക്കണം? ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു വിടും ദൂതനോട്, കൊടുക്ക അവന്റെ കയ്യിൽ കൊണ്ടുപോയി ആ വാള് കൊടുക്ക്. ആ വാള് കൊണ്ടുവന്ന് നേരെ കൈയിട്ട് കൊടുത്തു. കയ്യിലിരിക്കുന്നത് എന്നറിയുമോ? ഒരു വീശിയിട്ടുണ്ടെങ്കിൽ എന്നാ എത്ര അശ്വര്യ പാളയത്തില് ഒരു ദൂതൻ ഇറങ്ങി ആ വാള് കൊണ്ട് ഒരു വീശിയിട്ട് എത്ര പേര് മരിച്ചെന്നറിയാം? പറയുന്നത് എന്നറിയാൻ പറയട്ടെ. പിള്ളേർ പറ, ആരെങ്കിലും പറ. 1,85,000 പേര്. ഒരു ദൂതന്മാരല്ല, പിന്നെ ഒരു ദൂതൻ ആ വാളെടുത്ത് ഒരൊറ്റ വീശിയ 1,00,000. ഈ പഞ്ചായത്തിലൊക്കെ വരുന്നു. ഈ പഞ്ചായത്തില് ഈ ഏതും ഒരു 4-5 പഞ്ചായത്ത് കൂടി ഉണ്ടാവും. അത്ര ആളുകളെ, മനുഷ്യരെ ഒരൊറ്റ വീശിന്. ഈ വാളാണ് എങ്ങോട്ട് കൊടുക്കുന്നത്? ഇതിലേക്ക് തരുന്നത്. ഇത് വേണം. അന്ന് ആ ദിവസം കർത്താവിന്റെ ഒരു ദിവസമുണ്ട്. ഏതാണെന്നറിയാമോ? കർത്താവിന്റെ സേനാ ദിവസം. പറഞ്ഞ ഏതാ? കർത്താവിന്റെ സേനാ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഒരു യുദ്ധത്തിന്റെ ദിവസമുണ്ട്. ഈ സേനാ ദിവസത്തിങ്കൽ തന്റെ ജനം അവർക്ക് സമയസാധാനമായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഈ വാൾ അങ്ങോട്ട് തരും. വാള് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോ ദൈവത്തിന്റെ മഹത്വം വായിലുണ്ട്, എന്ത് ചെയ്താലും പോകില്ല എന്ന് കണ്ടപ്പോ വാള് കൈ കിട്ടും. അത് എന്തിനാ അങ്ങനെ തരണേ? കണ്ടു വായിക്കും, ബാക്കി വായിക്കും. ജാതികൾക്ക് പ്രതികാരം. ഈ ലോകത്തിൽ ജാതികളോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസമുണ്ട് കർത്താവ്. വംശങ്ങൾക്ക് ശിക്ഷയും കൽപ്പിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന വിധി അവരുടെ നടത്തുന്നത്. ഈ വാള് കൈകളിലുള്ളവനാണ് ആര്? ജഡ്ജി. ഈ സകല മാനവരാശിയെയും ന്യായം വിധിക്കുന്ന ഒരു കൂട്ടം ഈ വാള് കൈവശമുണ്ട്. അന്ന് രാജാക്കന്മാര് വരെ ഇവര് വിധിക്കും. മഹാരാജാവ് വന്നിരിക്കുക, ഏത് നെബൂഖദ്നേസർ രാജാവോ അല്ലെങ്കിൽ അശ്ശൂര്യ രാജാവ് വന്നിരിക്കുക. വിധിക്കേണ്ട ആരാന്നറിയാം? വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ 18 കൊടുക്കണം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ മേടിക്കും. പറയേണ്ടതാരാ? വാള് കൈവശമുള്ളവൻ പറയണം. വാള് കൈവശമുള്ളവരാണ് പറയേണ്ടത്. അവൻ വിധിക്കും. അതാണ് വചനം പറയുന്നത്. എന്താണ്? നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? നിങ്ങൾ ആരെ വിധിക്കും? ലോകത്തുള്ള എല്ലാവരെയും നിങ്ങൾ വിധിക്കും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്ത് മേടിക്കണം? വാള് മേടിക്കണം. വാള് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ പുകഴ്ച വായുണ്ടായിരിക്കണം. അവന്റെ വായെ വാൾ പോലെ മൂർച്ചയാക്കി നമുക്ക് അതിനോട് പ്രാർത്ഥിക്കണം. എന്ത്? കർത്താവേ, എന്റെ കയ്യിലേക്ക് എന്ത് കിട്ടണം? ആ വാള് കിട്ടണം. ഞാൻ ഇല്ലാതായാലും നിന്നെ തള്ളിപ്പറയുകയോ നിന്റെ മഹത്വം വായിൽ നിന്ന് പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകും. ഒരു സമർപ്പണമായിരിക്കണം. അപ്പൊ ഈ ആരാധനയിൽ കൂടി നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഇന്ന് ശുശ്രൂഷ ആയിട്ട് ഏകദേശം 33 വർഷം. ഈ 33 വർഷം ആരാധനയുടെ മഹത്വം പറഞ്ഞു തന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. കാരണം അത്ര ഭയങ്കരമാണ് ആരാധന. ഇന്ന് നമ്മൾ ഒരു പടി കൂടി അടുത്ത് വന്നിരിക്കുക. ഇന്ന് നമ്മുടെ വായു ഒരു മഹത്വം, ദൈവത്തിന്റെ മഹത്വം മാത്രമുള്ള വായാണെന്നാണ്? ഇല്ല, വെറുപ്പൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആരാധിക്കും തോറും നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുക, വായിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഏതാ?
ദോഷവും അധമമായതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസമുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? എന്റെ വായ് കൊണ്ട് മരണസമയമാണ്. ആ കുട്ടികൾ പറഞ്ഞ പോലെ എന്താ നമുക്ക് മനസ്സിലായി. അതായത് ഈ വിഗ്രഹത്തെ വീണ് നമസ്കരിച്ചില്ലായിരുന്നു. കുഴല്, തമ്പുരു, വീണ മുതലായ വാദ്യമേളങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവാ. എനിക്കൊരു അറിവ് കിട്ടി. ചന്ദ്രക്ക്, മേശയ്ക്ക്, അഭേദഗോവേ, നിങ്ങൾ 3 പേരും ഈ വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ല എന്നൊരു അറിവ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് അവസരം തരുക. ഇപ്പോ കുഴൽ, തമ്പുരു, വീണ മുതലായ വാദ്യമേളങ്ങളെല്ലാം ഒന്നുകൂടെ ധ്വനിപ്പിക്കാൻ പോവാ. ആ സമയത്ത് നിങ്ങളിപ്പോ ആദ്യം അറിയാതെ ആയിരിക്കും, സാരമില്ല. ആ സമയത്ത് നിങ്ങൾ വീണ് നമസ്കരിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അയ്യോ, വീണ് നമസ്കരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലല്ലേ ദൈവം. അവരങ്ങനെയല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? നെബൂഖദ്നേസറേ, രാജാവേ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. പറയുന്നത് ആരോടെന്നറിയോ? അന്ന് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ രാജാക്കന്മാർ രാജാവ്, ചക്രവർത്തിയുടെ സ്ഥാനം വരും. അത്ര ഭയങ്കരമാണ് ഈ നെബൂഖദ്നേസർ. പുറത്ത് നോക്കിയേ, ഈ പറയുന്ന ആരോടാ പറയുന്നത്? ശദ്രക്ക്, മേശക്ക്, ആവേദനക്കും. ഇതിനോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഇവര് രാജാവാണ്, ഇവര് പിള്ളേരാണ്. നാളെ എന്തായി തരേണ്ടത് അത് പറഞ്ഞു. നാളെ ഈ 3 പേരുടെ കയ്യിൽ എന്ത് വരും? വാള് വരും. ഇവൻ എന്ത് ചെയ്യും? ഇവൻ പ്രതിക്കൂട്ടിൽ നിൽക്കും. ഇന്ന് ഇവര് പ്രതിക്കൂട്ടില്, അവൻ രാജാവും. നാളെ അവര് രാജാവും, ഇവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദിവസം വരുന്നു. ഭയങ്കരം. അതാണ് കർത്താവിന്റെ പറയുന്നത്. നാളെ ഉണ്ടല്ലോ, എന്റെ കർത്താവിന്റെ, എന്റെ ദാസന്മാരുടെ മുഖത്ത് ഉണ്ടാവുന്ന പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശം കണ്ടുകൊണ്ട് സൂര്യൻ ലജ്ജിച്ചു പോകും. എന്ത് പ്രകാശവും. നമ്മളെയൊക്കെ പൊതുവെ സായിമാര് കണക്കൂട്ടുന്ന കറുത്തവരാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താ പകിട്ടിരിക്കണേ? പകിട്ടൊന്നുമില്ല. പക്ഷെ കർത്താവിന് അനുഭവം എന്താ? ഇവൻ യോഗ്യനായി നിന്നാൽ ഈ സൂര്യനുണ്ടല്ലോ, നല്ല വെയിലത്ത് നമ്മൾ പുറത്തിറങ്ങി എന്നാ ബോധം കിട്ടു സൂര്യാഘാതം കൊണ്ട്. ആ സൂര്യന്റെ പ്രകാശവും ശക്തി അതാണ്. ഈ സൂര്യൻ നാളെ നിങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ്. ഒരു ചെറിയ വിളിക്കല്ല. പിന്നെയോ നമ്മളെ കർത്താവ് വിളിച്ചേക്കുന്നത് എന്തിനാ? പരമ വിളി. എന്ത് വിളി? പരമ വിളി. അതിനപ്പുറം ഒരു വിളിയില്ല. അത്ര ഭയങ്കരമായ ഒരു വിളിക്കാണ് വിളിച്ചിരിക്കുന്നത്. വേറെ ഒറ്റ കാര്യം ചെയ്യണ്ട. വേറെ ഒരു കാര്യം ചെയ്യണ്ട. എങ്ങനെയും ജീവിതത്തിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട്. അതാണ്. ഒരു കയറി കിടക്കാനൊരു വീടും ഒരു 10 സെന്റ്. പിള്ളേരൊക്കെ ഒരേ സ്ഥാനത്ത്. ഇതാണോ ഉദ്ദേശിച്ചേക്കണേ? അല്ല. പിന്നെയോ എങ്ങനെയും എന്റെ ദൈവമേ, നീ ഇന്ന് എന്റെ കയ്യിൽ ഇത് വരും, ഈ വാള്. വെറുതെ രാജാവിനോട് പറയണേ, രാജാവേ, നീ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ കാഹളമെല്ലാം ധ്വനിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ അങ്ങനെ തീച്ചുളയിൽ ഇടുമെന്ന് പറഞ്ഞില്ലേ? ഈ കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യം അല്ല നിന്റെ ലക്ഷ്യം. നിന്റെ ലക്ഷ്യം നീ ഇന്ന് കാണുന്ന കുറെ കുപ്പായൊക്കെ ധരിച്ചുകൊണ്ട് ഈ രാജസ്ഥാനത്ത് ഇരിക്കാന്ന. ഞങ്ങൾ അങ്ങനെയല്ല. എങ്ങനെയും മരിക്കുന്നതിന് മുമ്പ് എന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ പുകഴ്ചയില്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഉടയവൻ സാക്ഷ്യം പറഞ്ഞ് പോകുന്നതിന് മുമ്പ് എന്ത് കയ്യിൽ വേണം? അവാണ്. ഈ ആരാധനയിൽ കൂടി ലോകങ്ങളെ നമ്മൾ ആഗ്രഹിക്കേണ്ട ആഗ്രഹം. അവര് പറഞ്ഞ വാക്കാണ്, നിന്നോട് ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ വിടുവിക്കും.
അവിടെയാണ് പ്രശ്നം. അടുത്തത് വിടുവിച്ചില്ലെങ്കിലും, ഇനി അവൻ വിടുവിച്ചില്ലെന്നിരിക്കട്ടെ, പുറപ്പെടുക്കാൻ പോവില്ല, അവന് പോഷണം ആരോപിക്കാൻ പോവില്ല. വിടുവിച്ചില്ലെങ്കിലും ഇതിനെ നമസ്കരിക്കുമെന്ന് വിചാരിക്കണ്ട. രാജാവിന് കോപം മുഴുത്തു, തീച്ചുളയിലിട്ടു, കാര്യങ്ങളൊക്കെ അതിന്റെ ഗതിക്ക് അങ്ങ് പോയി. ഒന്നും സംഭവിച്ചില്ല. അവര് വാളുമായിട്ട് പോയി. നാളെ വിസ്താരത്തിങ്കൽ, നാളെ അവരുടെ മുമ്പിൽ ഈ രാജാവ് നിൽക്കണം. ദൈവത്തിന്റെ നീതിയതാണ്. ഇതാണ് നമ്മൾ എത്തിപ്പിടിപ്പാനായിട്ട് ഇറങ്ങിത്തിരിച്ച ആ മഹാലക്ഷ്യം. അതിൽ നിന്ന് നമ്മെ ശത്രു തെറ്റിക്കാതിരിക്കണം. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും നീക്കം വരാതിരിക്കട്ടെ. ഓ ഹല്ലേലൂയ. വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, ഗോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, ഗോത്രഗീതം പാടി സ്തുതിക്കും. അന്ധകാരമേ അന്തരംഗത്തെ ചന്ദനത്തെ നാടി പ്രയാക്കി, അന്ധകാരമേ അന്തരംഗത്തെ നാടി പ്രയാക്കി, ബന്ധനങ്ങൾ അഴിച്ചുവൽ ഗോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഗോത്രഗീതം പാടി സ്തുതിക്കും. നമുക്ക് അത്രേ ഉള്ളൂ. ഏത് സാഹചര്യം വന്നാലും
ഏത് സാഹചര്യം വന്നാലും നമ്മുടെ അപേക്ഷ ഒന്നേ ഉള്ളൂ, ദൈവമേ ദൈവമേ എൻ്റെ വായിൽ നിന്ന് നിന്റെ പുകഴ്ച വിട്ടുപോകരുത്. അത് നിന്നിൽ നിന്ന് തന്നെ സാക്ഷ്യം കിട്ടണം. അങ്ങനെ നീ പറഞ്ഞിരിക്കുന്ന വാൾ കയ്യിൽ കിട്ടണം. അങ്ങനെ കർത്താവെ, നീ എന്നെ വിളിച്ചപ്പോൾ ആ പരമവിളിയുടെ രാഗിലേക്ക് എത്തിക്കുവാനുള്ള കൃപ കർത്താവ് തന്നെ പറഞ്ഞു. മനുഷ്യനാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലതും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.